അതാ നീയാ. നീ എന്താ പറയാണ്ട് വന്നിരിക്കണേ? നോക്കിന്ന് ഇതാ മാം വന്നിരിക്കണു. എന്താ മാനെ പെട്ടെന്ന് വന്നിരിക്കണേ? ഒന്നും പറഞ്ഞൂല്ല. ഒന്നുമില്ലമ്മ, വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതാണ് വന്നത്. നീ എന്താ പെട്ടെന്ന് വന്നിരിക്കുന്നത്? അപ്പൊ നിന്റെ അവിടുത്തെ ജോലിയോ? ഇപ്പൊ അവിടെ പെട്ടെന്ന് വരാൻ വേണ്ടിട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിന്റെ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ലേ? നിങ്ങൾ എന്ത് വർത്താനാണെന്ന് പറയുന്നത്? അവൻ പോയിട്ട് എത്രയായി? അവർക്ക് ആഗ്രഹം ഉണ്ടായില്ലേ ഇങ്ങോട്ട് വരണം അവന്റെ ഭാര്യനെ കാണുന്നൊക്കെ? നീ ഇങ്ങോട്ട് വാ മാനെ. സബി, ദാ ഷമീർ വന്നിരിക്കുന്നു. സന്തോഷായില്ലേ? പാവം അവള് ഒരേ വിഷമത്തിലൊക്കെ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ സംസാരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സോറി, നീ ആദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് അതൊന്നും വിശ്വസിക്കാനായില്ല. എന്നാലും എന്റെ ഉപ്പാനെ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഛേ, ഉമ്മാക്കൊന്നും അറിയില്ല. ഞാൻ ഇതുവരെ ഉമ്മാന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാനാണ്? അല്ലെങ്കിലും ഇതൊക്കെ പറയാൻ പറ്റിയ കാര്യങ്ങളാണ്. മാനെ അതായത് കുടിക്കി. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? ഇല്ലമ്മ, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞിട്ട് വരായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത്? അതൊന്നും സാരമില്ല, ഇവിടെ ഉള്ളത് മതി. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ ഒരുപാട് ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കും, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. എനിക്ക് എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ വാപ്പാന്റെ കാര്യങ്ങൾ ആലോചിച്ചതായിരുന്നു. നമുക്ക് ഇവിടുന്ന് വേറെ മാറി താമസിച്ചാലൊന്നാ? അപ്പൊ ഉമ്മയോ? വേറൊരു അനാഥയായി എനിക്കൊരു ജീവിതം തന്ന് എന്നെ എടുത്ത് വളർത്തി വലുതാക്കി ഇത്രയാക്കിയിട്ട് ഇത് ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇതിന്റെ സ്വന്തം മാനല്ല ഞാൻ എന്നുള്ളത്. നീ പറയണത് വരെ അങ്ങനെയാണ് എൻ്റെ ഉമ്മ വളർത്തിയത്. ആ ഉമ്മാനെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോവുക ഈ വീട്ടിൽ നിന്ന്? അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഛേ, ഇവരെന്തായിരിക്കും റൂമിൻ്റെ ഉള്ളിൽ പറയണ്ടാവുക? അവനിക്ക് വരാൻ കണ്ട ഒരു നേരം, ഒരു വഴിക്ക് അവളെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴേക്കും വന്നൊരു ഇടങ്കോലിട്ട് അവൻ കള്ളപ്പാന്നി. ഇവരെവിടെ? ഇനിയും വന്നില്ലേ കിടക്കാന്? ഇത്ര നേരമായിട്ട് എന്താ കാട്ടണം അവിടെ ഉറങ്ങാൻ വരാണ്ട്? നേരം പാതിരിയാവാറായി, ഇനിയും വന്ന് കിടക്കാനായിട്ടില്ല. നിങ്ങളെന്താ നടക്കണത്? വന്ന് കിടക്കേ, ഉറങ്ങണ്ടേ? ഓ, ഇവളുടെ കൂടെ കടക്കാണ്ടാണിപ്പോ പിശാസ് ചക്കപ്പൂത്ത്. ഞാൻ വന്നോളാം, നീ പോയി കടന്നോ. അവിടെ നീ കിടക്ക്. കടക്കണ കണ്ടില്ലേ, വല്ല വീപ്പ കുറ്റി പോലെ. പക്ഷെ ഇനി ഈ വീട്ടിൽ എങ്ങനെയാണ് സമാധാനത്തിൽ ഇരിക്കുക? ഞാൻ ഉമ്മാനെ കൊണ്ടേ നാളെ സംസാരിക്കട്ടെ. അപ്പൊ ഉമ്മാന്റെ അടുത്ത് ഇതൊക്കെ പറയാൻ പോവാണ്? അല്ലാണ്ട് പിന്നെ.
ഇവൻ എവിടെ? ഇവിടെ നിന്ന് കാണാൻ പല്ല് തേക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അവനെ. നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പെട്ടെന്ന് വന്നത്? ഞാൻ നിന്നെ കൊണ്ട് വിളിച്ച് പറഞ്ഞതല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് ഫോണിൽ പറഞ്ഞോളാന്ന്. അപ്പോഴേക്കും ഇങ്ങോട്ട് വരികയാണ്. അവനുണ്ടല്ലോ ആ മനാഫ്, ഏത് നേരം നോക്കിയാലും നിന്റെ ഭാര്യനെ നോക്കലാണ് പണി. ഇതാ അവിടെ നിൽക്കണ്ടല്ലോ, കണ്ടില്ലേ? ഇപ്പൊ എനിക്ക് വിശ്വാസമായ ഞാൻ പറഞ്ഞത്. അവൻ ഏത് നേരം നോക്കിയാലും അവിടെ നിന്നിട്ട് നിന്റെ ഭാര്യനെ നോക്കലാണ് പണി. അവളാണെങ്കിൽ താഴത്തിന് നിൽക്കണമുണ്ട്. അവനിക്ക് വായി നോക്കാനേ സ്വന്തം ചങ്ങാതിന്റെ ഭാര്യനെ കിട്ടുള്ളൂ. കുറെ കാലമായില്ല അവൻ പെണ്ണ് നോക്കണത്, ഒന്നും ശരിയായിട്ടില്ലല്ലോ. അവളാണെങ്കിൽ താളത്തിന് നിൽക്കണമുണ്ട്, ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ. നീ ആണെങ്കിൽ അവിടെയും പിന്നെന്താണ്? അപ്പൊ അവള് താളത്തിന് നിൽക്കണ കൊണ്ട് തന്നെ അവളിങ്ങനെ സ്വഭാവം കാണിക്കുന്നത്. രണ്ട് കൊടുക്കട പിടിച്ചിട്ട് എന്നിട്ട് രണ്ട് ചോദിക്കും. ഇവനെന്താ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് നിൽക്കുന്നത്? എന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ ഒന്നും ഉണ്ടാത്തത്? എന്താ ഇവൻ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും മുണ്ടാണ്ട് പോണ്? ഭാര്യ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആർക്കാണ് വിഷമം ഉണ്ടാവാണ്ടിരിക്കുക? ചിലപ്പോൾ അതായിരിക്കും. എന്തൊരു മഴയാണ്, രാവിലെ തുടങ്ങിയ മഴയാണ്. ഷമീറെ ആ വാതിലൊന്ന് അടക്കി, ആ ചാറിലൊക്കെ അല്ലെങ്കിൽ ഉള്ളിക്ക് വരും. നോക്കി കുറച്ച് മട്ടൻ വാങ്ങിയിട്ട് വരും. അവർക്ക് നെയ്ച്ചോറും മട്ടനും ഇഷ്ടമാണേ, പോയി വാങ്ങിയിട്ട് വരും. അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട എന്തെങ്കിലും. ഞാൻ ആ സഞ്ചി എടുക്ക്. വേറെ എന്തെങ്കിലും വാങ്ങാം? പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വാങ്ങിച്ചോളി. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലമ്മ ഓരോരുത്തരും. മനുഷ്യന്മാരല്ലേ മാനെ, അങ്ങനെ തന്നെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എനിക്ക്? ഇപ്പൊ സ്വഭാവം എന്താമ്മ ഇങ്ങനെ? ഇപ്പൊ എന്ത് പറഞ്ഞു? പിന്നെ എന്നെയല്ല, പിന്നെ സബിനെയാണ്. അവളെ എന്ത് പറഞ്ഞു? ഞാനിവിടെ ഇല്ലാണ്ടിരുന്ന സമയത്ത് ഇപ്പൊ സബിന്റെ അടുത്ത് പെരുമാറുന്നത് മോശമായിട്ടാണ്. മോശമായിട്ടാ? എന്ത് മോശമായിട്ട്? ഇനി ഞാനും അറിയാണ്ടേ ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളിലെ ഒന്നും വിശ്വസിക്കാനും കൊള്ളൂലടാ. ഇപ്പൊ അതിന്റെ സ്വഭാവേ ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, വളരെ മോശമാണ്. അങ്ങനത്തെ ഒരു സംഭവം ഈ വീട്ടിലുണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉള്ളതല്ലേ, ഞാൻ എന്നും കാണുന്നതല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവള് വാങ്ങി തെറ്റിദ്ധരിച്ചതായിരിക്കും. അവള് വേറെ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ, ചിലപ്പോ തെറ്റിദ്ധരിച്ചതായിരിക്കും. നീ അടിയിട്ട് പോ, എനിക്ക് പണിയുണ്ട്. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ ഞാൻ ഉമ്മാന്റെ സ്വന്തം മകനൊന്നും അല്ലല്ലോ അല്ലേ? നോക്ക് പോകണം, എല്ലാം അതിലുണ്ട്. ഇത് കണ്ടാലെങ്കിലും നിങ്ങൾ വിശ്വസിക്കും. ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യം അവളുടെ അടുത്ത് പറയാൻ നോക്കിയാലുണ്ടല്ലോ, അവളെ ഞാൻ കൊല്ലും. പിന്നെ ഞാനും ഈ വീട്ടിൽ നീയും തനിച്ച്. അവനിവിടെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. കല്യാണശേഷം ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അവനെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. എന്നാലല്ലേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും തിന്നാനും ഒരു മൊബൈൽ ഫോണും കിട്ടിയാൽ മതി, പിന്നെ അതിലിരുന്നോളും. ഒരു പൊട്ടത്തി. എങ്ങനെയാണ് അവളിനെയൊക്കെ സ്നേഹിക്കാൻ തോന്നുക? നോക്ക്, ഒരു വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്നു. എല്ലാ അസുഖവും ഉണ്ട്, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ. നീ നോക്ക് എത്ര സുന്ദരിയാണ്. പിന്നെ എനിക്ക് നിന്നെ കൊണ്ട് സ്നേഹം തോന്നാണ്ടിരിക്കുവോ? അതുകൊണ്ട് തന്നെയാണ് അവനെ ഞാൻ ദൂരേക്ക് അയച്ചത്, നിന്നെ എനിക്ക് കാണാനും നിന്നെ സ്നേഹിക്കാനും വേണ്ടിയിട്ട്. അവളൊരു പൊട്ടത്തി. അവനെന്റെ സ്വന്തം മകനാ. അവനെന്റെ മകനേ അല്ല. എനിക്കും അവൾക്കേ മക്കളില്ല. അവളൊരു മച്ചിയാണ്. നീ മറ്റേ അവളുടെ അടുത്ത് പറയാൻ നിന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ അവളെ കൊല്ലും. പിന്നെ ഈ സ്വത്തുകളൊക്കെ നിനക്കും എനിക്കും, മനസ്സിലാവണ്ട. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പൊ അവൾക്ക് ഒരേ നിർബന്ധം, ഈ സ്വത്തുക്കൾക്കൊക്കെ ഒരു അവകാശം വേണ്ടേന്ന്.
അങ്ങനെ ദത്തെടുത്തതാണ് നിന്റെ കെട്ടിയവനെ, മനസ്സിലാവണ്ട. അല്ലാണ്ടേ അവൻ എന്റെ സ്വന്തം മകനൊന്നുമല്ല. ഇവളൊരു മച്ചിയായിട്ട് കൂടിയിട്ടേ ഞാനിവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നതേ ഈ സ്വത്തുക്കൾക്കൊക്കെ വേണ്ടി തന്നെയാണ്. നീ എന്നെ സ്നേഹിച്ചിട്ടേ ഈ വീട്ടിൽ നിന്ന നിനക്ക് ഈ വീട്ടിൽ ഒരു റാണിനെ പോലെ ഇരിക്കുക. നിന്റെ ഭർത്താവേ ഒരു മരം മണ്ടനാണ്. ഒരു വാക്ക് നിനക്ക് എന്റെ അടുത്ത് പറയാനില്ലേ മോളെ? ഇതൊക്കെ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനെ കൊല്ലുമെന്നാണ് വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല. എന്തൊരു തിരക്കാണ് അങ്ങാടിയില്. ഇതാ നീ പറഞ്ഞതൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്ത് കുറവാണ് വെച്ചിട്ടുള്ളത്? ഈ വീട്ടിൽ ഒരു പൊട്ടത്തിനെ പോലെ നിങ്ങൾ പറയുന്നത് എല്ലാം കേട്ടിട്ട് ഞാൻ ഇരുന്നില്ലേ? നിങ്ങൾക്ക് ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? എന്താ നീ പറയണത്? എന്താണ്ടാ നിന്റെ ഉമ്മാക്ക്? ആ ഫോൺ എന്ത് കാട്ട്? ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ നടക്കണ കാര്യം അവളിന്റെ അടുത്ത് പറയാൻ നോക്കിയാലുണ്ടല്ലോ അവളെ ഞാൻ കൊല്ലും. പിന്നെ ഞാനും ഈ വീട്ടിൽ നീയും തനിച്ച്. അവനിവിടെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. കല്യാണശേഷം ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അവനെ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. എന്നാലല്ലേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും തിന്നാനും ഒരു മൊബൈൽ ഫോണും കിട്ടിയാൽ മതി, പിന്നെ അതിലിരുന്നോളും. ഒരു പൊട്ടത്തി. എങ്ങനെയാണ് അവനെയൊക്കെ സ്നേഹിക്കാൻ തോന്നുക? നോക്ക്, ഒരു വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്നു. എല്ലാ അസുഖവും ഉണ്ട്, ഷുഗറും കൊളസ്ട്രോളും ഒക്കെ. ഞാൻ മച്ചിയാ? എനിക്കാണ് കുറവുണ്ടായത്? നിങ്ങൾക്കാണ് കുറവ്. നിങ്ങളൊരു ആണയല്ല. ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ കുറവാണെന്നാ പറഞ്ഞത്, കുട്ടികളില്ലാത്തതിന്. എന്നിട്ട് എനിക്ക് കുറവ് ഇത്ര. ഇതാണില്ലേ കയ്യിരിപ്പ്? സ്നേഹിച്ച് തൊളിച്ചതല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ കുടുംബക്കാരുടെ അടുത്ത് നാണം കിടന്നിട്ട് ആ കുട്ടി ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദുഷ്ട. വെറും ഒരു ഡ്രൈവറായിട്ട് ഈ വീട്ടിൽ പഠിക്കുമെന്ന് നിങ്ങൾ എന്നെ പ്രേമിച്ചില്ലേ? അതിനെനിക്ക് ഇത് തന്നെ കിട്ടണം. അപ്പോഴും എന്റെ വാപ്പിയും പറഞ്ഞതാണ് ഇവനെ കെട്ടണ്ട, ഇവനെ കെട്ടണ്ടെന്ന്. അത് ഞാൻ കേട്ടില്ല. എങ്ങനെ കേൾക്കാനാണ്? അമ്മാതിരിയല്ലേ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്? അത് പോയി പോയി ഈ വീട്ടിന്റെ മരുമകളല്ലേ? നാണമല്ലേ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങളുടെ മകളല്ലേ അത്? ആ കുട്ടി എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു വാക്ക് പോലും എന്നെ കൊണ്ട് പറഞ്ഞില്ല അവള്. അതിന് എങ്ങനെ പറയും? അമ്മാതിരി മേട്ടലല്ലേ മേട്ടി വെച്ചിരിക്കുന്നത്. എന്റെ കണ്ണു മുമ്പിൽ കാണണ്ട. ഇപ്പൊ തന്നെ അറിയിക്കോ? ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കരുത്.